ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയായി 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരത്തെ സമ്മതിദായകരോട്, തിരുവനന്തപുരം നിവാസികളോട്, തിരുവനന്തപുരത്തെ ജനാധിപത്യ വിശ്വാസികളോടുള്ള സ്നേഹം കാരണം വിശ്വപൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം ബാഴ്സലോണ എന്ന് പറയുന്ന വിദേശ നഗരത്തിലെ മേയർ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ആ നഗരത്തിന്റെ ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇവിടെ MP ആയത് കാരണം സിറ്റി ട്യൂണിംഗ് പരിപാടി, ഇരട്ട നഗര പദ്ധതി എന്നുള്ള പദ്ധതി അദ്ദേഹം ഇവിടെ നടപ്പാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്താ സംഭവിച്ചത്? അന്ന് ഇവിടെ ഇടതുമുന്നണി കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുമുന്നണി, സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുമുന്നണി ആ പദ്ധതിയെ തുടക്കം വെച്ചു. ആർക്കാ നഷ്ടം? ആ പദ്ധതി ഇവിടെ നടപ്പാക്കാത്തത് കാരണം നഷ്ടം വന്നത് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായ സാധാരണക്കാരനും ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായ അഭ്യസ്തനിതരായ തൊഴിൽ രഹിതർക്കുമാണ്. ആ പദ്ധതി ഇവിടെ നടപ്പാക്കാത്തത് കാരണമുണ്ടായ നഷ്ടം. ഇടതുമുന്നണി നേതാക്കന്മാരുടെ മക്കൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? മുഖ്യമന്ത്രിയുടെ മകളുടെയും പാർട്ടി സെക്രട്ടറിയുടെ മകന്റെയും ചെയ്തികൾ കണ്ടിട്ടെങ്കിലും ഈ നാട്ടിലെ ഇടതുമുന്നണിക്കാരൻ ഇവിടെ ഇടതുമുന്നണി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ എന്താണ് നടത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ബോധ്യപ്പെടേണ്ടതാണ്.